ഈ ബാഗ് നമ്മൾ നേരെ ബാക്കിലിട്ടിട്ട് ഈ നിപ്പാൻ നിൽക്കുന്നത്. കാരണം വരുന്ന ആള് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കണക്കിന് നമ്മൾ ഇതിനെ നിന്ന് കൊടുക്കും. അതുപോലെ ബാഗ് ഷോൾഡറിലിടും. പിന്നെ ഒരു ശ്രദ്ധയില്ല, എവിടെയെങ്കിലും ശ്രദ്ധിച്ച് നടന്നു പോകും. ഈ ബാഗ് ഉണ്ടോ ഒരാൾ പൊട്ടിച്ചെടുത്തോണ്ട് പോയാൽ പോലും ഇതാണ് ശരിക്കും അവസ്ഥ. എന്റെ കയ്യിലേക്ക് ഒന്ന് പിടിക്കാമെന്ന്, എന്റെ കയ്യിലേക്ക് ഒന്ന് പിടിച്ചേ പിടിച്ചോ. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇടിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രയോഗിച്ച് കൊടുത്താൽ മതി. അയാൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റി ഒഴിവാക്കാൻ പറ്റും. ഞാനിവിടെ അടിക്കാനോ ഒന്നും പോകണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കതിനൊരു അപകടം വന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി, ഫൈറ്റ് ചെയ്താൽ മതി അല്ലേ. പക്ഷെ ഒരു അപകടം വരാതിരിക്കാൻ നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒത്തിരി മുൻകരുതലുകൾ നമുക്ക് എടുക്കാം അല്ലെ, ഒരു അപകടം നമുക്കെതിരെ വരാതിരിക്കാൻ. അപ്പൊ അതിനു വേണ്ടി പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമുക്കെപ്പോഴും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചും ഒരു ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റിലും എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എവിടെയാണ്, ആ ഒരു ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം. പരിസര ബോധം അല്ലെങ്കിൽ അവയർനെസ്. ശരിക്കും പരിസരബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റിലും അല്ലെ, നമ്മളെ പോലെ സ്ത്രീകൾക്ക് എന്തൊക്കെ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അല്ലെ. ഓരോ ദിവസവും, ഞാൻ അതാ പറഞ്ഞത്, ഓരോ ദിവസവും നിരവധി കേസുകളാണ് നമ്മളിങ്ങനെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റിലും നമ്മുടെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമ സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ബോധം ഉണ്ടായിരിക്കണം. ഉണ്ടോ നിങ്ങൾക്ക് പരിസരബോധം ഉള്ളവരാണോ നിങ്ങൾ ഓരോരുത്തരും? പരിസരബോധം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏകദേശം എല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാരാണ് അല്ലെ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങൾ തൊട്ട് പുറകിലിരിക്കുന്ന വ്യക്തി ആരാണെന്ന് എത്ര പേർക്കറിയാം? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സീറ്റിന് തൊട്ട് പുറകിലിരിക്കുന്ന വ്യക്തി ആരാണ്? 1-2 പേര്. മാഡത്തിന്റെ പുറകെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല കേട്ടോ, അപ്പുറത്തെ സൈഡിലായിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാഡം ഇവിടെ വന്ന് നിന്നത് കൊണ്ട് ശ്രദ്ധിച്ചു കാണും. ബാക്കി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? നിങ്ങൾ നേരെ പുറകിലിരിക്കുന്ന വ്യക്തി ആരാണെന്ന് എത്ര പേർക്കറിയാം? നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റിലിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു അപകടം വരാൻ ചാൻസ് ഇല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ചുറ്റിലും ആരൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ ഇവിടുന്ന് മാറി ഒരു ബസ് സ്റ്റോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലേക്കോ പോയിരിക്കണം, അവിടെ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയാൻ കഴിയുമോ? അവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ മാത്രമാണ് നിങ്ങളുടെ ചുറ്റുപാടിൽ നിൽക്കുന്നത്, ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ അവിടെയും നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ആദ്യം, അത് പരിചയമുള്ള ആൾക്കാർക്കിടയിലാവട്ടെ പരിചയമില്ലാത്ത ആൾക്കാർക്കിടയിലാവട്ടെ, എവിടെയായാലും നമ്മുടെ ചുറ്റിലും എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ ചുറ്റുപാടും ആരൊക്കെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചും ബോധം ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ശ്രദ്ധ വേണം അല്ലെ, നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. അപ്പൊ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ശ്രദ്ധയുള്ളവരാണോ? ശരിക്കും നിങ്ങളുടെ ബോഡി ഇവിടെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്, നിങ്ങളുടെ ബോഡി ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? പൂർണ്ണമായി നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടോ? ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയാം, ഇതിപ്പോ എത്ര മണിക്ക് ഇത് കഴിയുമെന്നോ, എനിക്കിനി വീട്ടിൽ പോയിട്ടാണ് ബാക്കി ജോലിയെല്ലാം തീർക്കേണ്ടത്, ഞാൻ വീട്ടിൽ പോയിട്ടാണ് എന്റെ കുട്ടികളുടെ കാര്യം നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് വന്നാണ് അദ്ദേഹത്തിന്റെ കാര്യം നോക്കണം, അല്ലെങ്കിൽ എന്റെ വർക്കിന്റെ ബാക്കി കാര്യങ്ങൾ എനിക്ക് വീട്ടിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്യണം, ഇന്നെല്ലാം ഒരുക്കി വെക്കണം. ഇപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. ഇവിടെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് മാറി മാറി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ എന്താണ് ചലിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറ്റ് പ്രസന്റിൽ നമ്മൾ ഒരിക്കലും ജീവിക്കുന്നില്ല. പ്രത്യേകിച്ചും അത് പറയാറുണ്ട്, സ്ത്രീകളെ കുറിച്ച് പറയാറുണ്ട്, ഒരിക്കലും സ്ത്രീകൾ പ്രസന്റിൽ ജീവിക്കുന്നില്ല. ഒന്നെങ്കിൽ അവർ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ ഫ്യൂച്ചറിൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, നേരത്തെ പറഞ്ഞു മാനമോഷണ കേസുകൾ, ബാഗ് തട്ടിപ്പറിക്കലൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് അല്ലെ. ഒരു മാനമോഷണ കേസിൽ പരാതിയുമായിട്ട് ഒരു സ്ത്രീ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവരോട് നമ്മൾ ശരിക്കും എന്തെങ്കിലും എവിഡൻസ് തരാൻ പറയും. ആരാണ് വന്ന് മാല പൊട്ടിച്ചതിന് എവിഡൻസ് തരാൻ പറഞ്ഞാൽ ഒരൊറ്റ സ്ത്രീകൾക്കും തരാൻ പറ്റില്ല. കാരണം ഇവര് പറയുന്നത്, ഒരാള് വരും വന്ന് മാല പൊട്ടിക്കുന്ന സമയത്ത് തന്നെ കണ്ണിലിട്ട് കയറും, എന്താണ് നാക്ക് താന്നു പോകും, ഒന്നും വിളിക്കാൻ പറ്റുന്നില്ല, എന്റെ ബോധം പോകും, ഞാൻ അവിടെ ബോധം കെട്ടി വീണു എന്നാണ് ഓരോ സ്ത്രീകളും പറയുന്നത്. എന്തുകൊണ്ട്? അപ്പൊ ഈ മാനമോഷണ കേസുകളുടെ കാര്യം തന്നെ ഞാൻ ചോദിക്കാം. ശരിക്കും 2 തരത്തിലാണ് മാനമോഷണം നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാല പിടിച്ചുകൊണ്ട് പോകും. ശരിക്കും നിങ്ങൾ സ്ത്രീയെ പൊങ്കാലയ്ക്ക് ഇടാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്വർണം ധരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കറക്റ്റ് ആറ്റുകാൽ പൊങ്കാലയുടെ എന്നായിരിക്കും അല്ലെ. നമ്മൾ അവിടെ പോയി കാണണം. കാരണം ബാക്കി ദിവസങ്ങളിൽ ഇവര് ഈ സ്വർണവും ധരിക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ തിരക്കുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള പൊങ്കാല ദിവസം, കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവിടെ സന്നിധാനത്തെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ എല്ലാ കാര്യമായിരിക്കും ആര് വരുന്നത്, സ്ത്രീകൾ വരുന്നത്. അവിടെ ഇവർക്ക് അവരുടെ മാല നോക്കാൻ സമയം കിട്ടില്ല അല്ലെ. പക്ഷെ തള്ളാൻ മാത്രമേ സമയം കിട്ടുള്ളൂ, ഇതൊന്നും സംരക്ഷിക്കാൻ അവർക്ക് അവിടെ സമയം കിട്ടാറില്ല. എങ്കിലും ആ ഒരു ദിവസം മാത്രമേ ഇതെല്ലാം എന്ത് ചെയ്യുള്ളൂ, വിട്ടിട്ട് വരുള്ളൂ.
അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു മുൻകരുതൽ എടുത്താൽ, നമുക്ക് അവിടെ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപകടത്തെ അവിടെ ഒഴിവാക്കാൻ പറ്റും. ഇനി ബാഗ് സ്നാച്ചിങ്, അവിടെയും എന്താണ്, ഒത്തിരി നമ്മൾ ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, എനിക്കൊന്ന് സ്ത്രീകളുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെടുന്നത് ബസ്സിനകത്ത് യാത്ര ചെയ്തു പോകുന്ന സമയത്താണ്. ബസ്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓരോ ലേഡീസും നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെ ബാഗ് ഇടും അല്ലേ, ഷോൾഡറിൽ ബാഗ് ഇടും, ഈ ബാഗ് നേരെ ബാക്കി വെക്കും, എന്നിട്ട് ഈ നിപ്പാൻ നിൽക്കുന്നത് ബസ്സിനകത്ത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ നല്ല രീതിയിലൊക്കെ നിൽക്കും. പക്ഷെ വീട്ടിൽ ചെന്നിട്ടല്ലേ ബാഗ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും ഇതിനകത്തുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം എന്തുകൊണ്ടാ ഈ ബാഗ് നമ്മൾ നേരെ ബാക്കിലിട്ടിട്ട് ഈ നിപ്പാൻ നിൽക്കുന്നത്? കാരണം വരുന്ന ആള് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കണക്കിന് നമ്മൾ ഇതിനൊക്കെ നിന്ന് കൊടുക്കും. ഒത്തിരി സ്ത്രീകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുൻകരുതലെടുത്താൽ ഈ ഒരു അപകട സാഹചര്യത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഷോർട്ട് സ്ട്രാപ്പ് ബാഗുകൾ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് നിൽക്കും. പക്ഷെ നമ്മൾ എന്താണ്, ബസ്സിനകത്ത് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് മുന്നിലേക്ക് ഒന്ന് പിടിച്ചു നിന്നാൽ ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ബാഗ് അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ നിന്നുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് അല്ലെങ്കിൽ നമ്മുടെ ബാഗിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാഗ് വിട്ടിട്ട് സ്ത്രീകൾ നടന്നു പോകുന്നത് ഒത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഗ് ധരിച്ച് ഒരു ശ്രദ്ധയില്ലാതെ നമ്മൾ ഓരോ സ്ത്രീകൾ നടന്നു പോകുന്നത്. ഇതുപോലെ ബാഗ് ഷോൾഡറിലിടും, പിന്നെ ഒരു ശ്രദ്ധയില്ല, എവിടെയെങ്കിലും ശ്രദ്ധിച്ച് നടന്നു, ഈ ബാഗ് ഉണ്ടോ ഒരാൾ പൊട്ടിച്ചെടുത്തോണ്ട് പോയാൽ പോലും ഇതാണ് ശരിക്കും അവസ്ഥ. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ റോഡിലൂടെയൊക്കെ നോക്കണം, ഒന്ന് കണ്ണോടിക്കണം ഓരോ സ്ത്രീകളും നടക്കുന്നത് എങ്ങനെയാണ്. ഒരു സ്ട്രാപ്പ് പുറത്തിടും, ഒരു സ്ട്രാപ്പ് ഷോൾഡറിലും, എന്നിട്ട് ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ബാഗ് പൊടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് സ്ട്രാപ്പ് നമ്മുടെ ഷോൾഡറിലേക്ക് ഇടുക, ജസ്റ്റ് ഇതിലേക്ക് ഒരു പിടി പിടിച്ച് നമ്മൾ ജസ്റ്റ് മുന്നിലേക്ക് ഒന്ന് പിടിച്ച് നടന്നു പോയാൽ ഒരിക്കലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബാഗിന്റെ ആ സ്ട്രാപ്പിലേക്ക് പോലും ഒന്ന് പിടിക്കാൻ കഴിയില്ല കേട്ടോ. ഒരിക്കലും ഒരാൾക്ക് ആ സ്ട്രാപ്പിലേക്ക് പിടിക്കാൻ പറ്റില്ല. ഈ സ്ട്രാപ്പിൽ പിടിച്ചാൽ തന്നെയും ഈ ബാഗ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഇത് സേഫ് ആയിട്ടിരിക്കും. ഇനി ഇൻ കേസ് ഒരാൾ പിടിച്ചാൽ തന്നെ നമ്മളിവിടെ വലിയ കുത്തിന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. തിരിഞ്ഞ് കൈ എടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ നമുക്ക് നമ്മുടെ അടുത്തിൽ നിന്നും ശരിക്കും അയാൾ പിടിപെട്ട് അവിടെ നിന്ന് ഓടി അയാൾ രക്ഷപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോർട്ട് സ്ട്രാപ്പ് ബാഗ് ആണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഒരു പിടുത്തം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മള് മിക്കവരും ഇത് ഈ ഒരു ലെങ്ത് കൂടിയ ബാഗ് ആയതുകൊണ്ട് മിക്ക സ്ത്രീകളും അത് ധരിക്കുന്നത് ഇതുപോലെ ക്രോസ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഇതൊക്കെ സേഫ് തന്നെയാണ്. എങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ നമ്മുടെ ബാഗിലേക്ക് ഒന്ന് പിടിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബാലൻസ് പോയി, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് പോയി നമ്മൾ വീണ് നമ്മുടെ തലയടിച്ച് നമുക്ക് ഇഞ്ചറി പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ശരിക്കും ഇതൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ധരിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനൊരു പിടി ഉണ്ടെങ്കിൽ അത് സേഫാണ്. നമ്മൾ ഇങ്ങനെ പിടിച്ച് നടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് പുറകിൽ നിന്ന് പിടിക്കാൻ കഴിയില്ല. ഇനി ഇവിടെ ഇങ്ങനെയുള്ള ലോങ് സ്ട്രാപ്പ് ബാഗ് ശരിക്കും ധരിക്കാൻ എന്താണ് സേഫ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സൈഡ് ധരിക്കുക, ആ ധരിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ഒന്നോ രണ്ടോ ചുറ്റി നിങ്ങളൊന്ന് പിടിച്ച് നടന്നു പോയാൽ ഒരിക്കലും ഒരാൾക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരാളെ പിടിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ആ ബാഗ് ഇളകി പോകും, പക്ഷേ അത് നമ്മുടെ കയ്യിൽ തന്നെ സേഫ് ആയിട്ടിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ വലിയ കുസ്തിയൊന്നും കാണിക്കേണ്ട. നേരത്തെ പറഞ്ഞത് ഒന്ന് കൈ എടുത്താൽ തന്നെ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന വ്യക്തി അത് ഉപേക്ഷിച്ച് കടന്നു കളയും. അപ്പൊ ഇവിടെ നമ്മുടെ ബാഗ് ധരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു മുൻകരുതൽ എടുത്താൽ നമുക്ക് ഈ ഒരു അറ്റാക്കിനെ അവിടെ പ്രതിരോധിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ മാനമോഷണ കേസുകൾ ഒരുപാട് വരുന്നു. പറഞ്ഞതുപോലെ ഒന്ന് നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അവസരങ്ങളിൽ വരും അത് നമ്മളോട് അഡ്രസ്സ് ചോദിക്കും, നമ്മൾ ഈ അഡ്രസ്സ് ഷെയർ ചെയ്യുന്ന സമയം എന്ത് ചെയ്യും, ഇതുപോലെ ബാഗ് പൊട്ടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ശരിക്കും മുതിർന്ന സ്ത്രീകൾക്ക് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്ന കേസുകളാണ്. എന്നാൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്, ഇതുപോലെ കുട്ടികൾ നടന്നു പോകുന്ന അവസരത്തിൽ വരും വന്ന് അഡ്രസ്സ് ചോദിക്കും, നമ്മൾ ഈ അഡ്രസ്സ് ഷെയർ ചെയ്യുന്ന സമയം കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചിട്ട് പോകുന്ന കേസുകൾ. പക്ഷെ ഇവിടെയും അവിടെ മുൻകരുതലെടുത്താൽ നമുക്ക് ആ ഒരു അപകടത്തെ അവിടെ ഒഴിവാക്കാൻ പറ്റും. വേറൊന്നുമല്ല, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരാള് നമ്മുടെ അടുത്തേക്ക് വരുന്നു, അയാൾ നമ്മളോട് അഡ്രസ്സ് ചോദിക്കും, നമ്മൾ അഡ്രസ്സ് ഷെയർ ചെയ്യുന്നു. ആ സമയം അയാൾക്ക് നമ്മുടെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മാലയിലേക്ക് ടച്ച് ചെയ്യണമെങ്കിലോ ഞാനും അയാളും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, എത്ര ദൂരമായിരിക്കും നമ്മൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഈ ഒരു കൈ അകലം. അപ്പൊ ഈ ഒരു കൈ അകലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് നമ്മുടെ ബോഡിയിലേക്കോ അല്ലെങ്കിൽ മാലയിലേക്കോ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആദ്യം നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത്, ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, അത് പരിചയമുള്ള വ്യക്തിയാവട്ടെ പരിചയമില്ലാത്ത വ്യക്തിയാവട്ടെ, ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ മുൻകരുതൽ എന്ന് പറയുന്നത് ഈ ഒരു കൈ അകലത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു റോഡിന്റെ ഒരു വശത്തുകൂടി നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരാള് ബൈക്കിൽ അപ്പുറം സൈഡിലേക്ക് വരുന്നു, അപ്പൊ അയാൾ അവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങളോട് കാര്യം കേൾക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്താ സാധനം ചെയ്യാറ്?
അവിടെ നിൽക്കുന്നവർക്ക് നിങ്ങൾ അങ്ങോട്ട് പോലെ മാക്സിമം എത്ര അടുത്തോട്ട് നിൽക്കാൻ കഴിയും അത്രയും അടുത്തേക്ക് പോയി നിൽക്കും. ആ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ അതുപോലുള്ള നിങ്ങളുടെ ബോഡിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടീസിലേക്കോ ടച്ച് ചെയ്യാൻ അയാൾക്ക് എളുപ്പമാണ്. പക്ഷേ ആര് വന്നാൽ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കൈ അകലം എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശരിക്കും നമ്മുടെ ഈ ഒരു കൈ അകലം എന്ന് പറയുന്നത്, ഈ ഒരു 1 hand ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ മറ്റാരെയും കടക്കാൻ അനുവദിക്കരുത് അല്ലെ. നമ്മുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞു ബസ്സിനകത്തല്ലേ, ബസ്സിനകത്ത് കയറിയിട്ട് ഇതെന്റെ പേഴ്സണൽ സ്പേസ് ആണ്, ആരും എന്റെ അടുത്തേക്ക് വരുന്നത് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു ബസ്സിനകത്ത് നിൽക്കുകയാണ്, ബസ്സിന്റെ അവസ്ഥ നമുക്കറിയാം അല്ലെ. മാക്സിമം ഇടി കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. പ്രത്യേകിച്ച് ഒരു 5 മണി സമയം എന്ന് പറയുന്നത് അല്ലെ, ഓഫീസിൽ വിടുന്ന ടൈമാണ്. ആ സമയത്ത് എല്ലാ സ്ത്രീകളും ഇടിച്ചു കയറും, അല്ലെങ്കിൽ പുരുഷന്മാർ അതിനകത്ത് കാണും. അവിടെ ചെന്നിട്ട് പറയുന്നത് എന്റെ 1 hand ഡിസ്റ്റൻസ് ആണ്, ആരും എന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞാല് അവർ സമ്മതിച്ചു തരുമോ? ഒരിക്കലില്ല. പക്ഷെ അവിടെയും അല്ല, അവിടെ നമുക്ക് 1 hand ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെയും നമുക്കൊരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, നിങ്ങൾ ബസ്സിനകത്ത് നിൽക്കുന്നെങ്കിലും നല്ല തിരക്കുള്ള ബസ്സാണെങ്കിൽ ചില ആൾക്കാരുണ്ട് നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കും. പക്ഷെ ഇവിടെയും ഒരു കൈ നിങ്ങൾക്ക് അയാൾക്കിടയിലേക്ക് ഒന്ന് എടുത്ത് വെക്കാൻ പറ്റിയാൽ, നമ്മൾ ഒരു കൈ പിടിച്ചായിരിക്കും മേളിൽ, എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒരു കൈ മേളിൽ പിടിച്ചായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങളുടെ മറുകൈ ഫ്രീ ആണ്. ആ മറുകൈ നിങ്ങൾക്ക് അയാൾക്കിടയിലേക്ക് ഒന്ന് എടുത്ത് വെക്കാൻ പറ്റിയാൽ ഒരിക്കലും അയാൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരാളിങ്ങനെ ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ മാറി നിൽക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ശരീരത്തേക്ക് ഇടിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ എന്ത് ചെയ്യാം? നിങ്ങളുടെ ആ കൈമുട്ടി ചെറുതായിട്ടൊന്ന് പ്രയോഗിച്ച് കൊടുത്താൽ മതി. അയാൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റി ഒഴിവാക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നത്, വെറുതെ നടക്കുന്ന ആരെയും അറ്റാക്ക് ചെയ്യാനല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനൊരു അതിക്രമം ഉണ്ടായാൽ, ഇപ്പൊ നേരത്തെ ഇവിടെ മാഡം പറയുന്നത് കേട്ടു, കുറച്ച് പുരുഷന്മാരുടെ വന്നിരിക്കുന്നുണ്ട്, അതിന്റെ റെമഡി പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശരിക്കും എന്താണ്, തെറ്റ് ചെയ്യുന്നവർക്കാണ് കൊടുക്കേണ്ടത് അല്ലേ? നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്ക് മോശക്കാരാണോ? ഒരിക്കലുമല്ല. തെറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കും. അപ്പൊ തെറ്റ് ചെയ്യാത്തവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ വീണ്ടും പറയുന്നു, വലിയ കുസ്തിയോ കരാട്ടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ആ ചെറിയ സിമ്പിൾ ട്രിക്സ് ആണ്. സിമ്പിൾ ട്രിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് പരിസരബോധം ഉണ്ടെങ്കിലും ശ്രദ്ധയുണ്ടെങ്കിലും അല്ലെങ്കിൽ മാക്സിമം മുൻകരുതലെടുത്താൽ നമുക്കെതിരെ വരുന്ന അപകട സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതൊന്നും ചെയ്തിട്ടും നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റിയില്ല അല്ലെ, നമ്മൾ ശ്രദ്ധയുണ്ട്, പരിസരബോധം മാക്സിമം മുൻകരുതലെടുത്ത് ഒഴിവാക്കാൻ ശ്രമിച്ചു, എന്നിട്ട് നമുക്കതിനൊരു അപകടം വരുന്നു. അവിടെ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഫൈറ്റ് ചെയ്യണം, നമ്മൾ കൊടുക്കണം അല്ലെ. എങ്ങനെ കൊടുക്കും? ഇപ്പൊ വേറൊന്നുമില്ല, നിങ്ങളൊരു ബസ്സിനകത്ത് നിൽക്കുന്ന സമയം ഒരാൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ പുറകിൽ നിന്ന് ഒരാൾ നിങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തോണ്ടുകയോ പിച്ചുകയോ ചെയ്യുന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? അപ്പൊ ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓരോ സ്ത്രീകളും ചെയ്യുന്നത് എന്താണ്? മുട്ടുവെച്ച് ഇടിക്കും എന്നൊക്കെ പറഞ്ഞു 1-2 പേരൊക്കെ ഇടി കൊടുക്കും. ബാക്കി 99% സ്ത്രീകളും ചെയ്യുന്നത് മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കും അല്ലെ. ഇതാ നമ്മൾ ചെയ്യുന്നത്. നീങ്ങി നിൽക്കും, അയാളെ വീണ്ടും ശല്യപ്പെടുത്തും, നീങ്ങി നിൽക്കും, മാക്സിമം നീങ്ങി അല്ലെ. ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ പുറകു വരെ നമ്മൾ പോകും. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മൾ ഒരൊറ്റ സ്ത്രീകളും തയ്യാറാകുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ് മുൻകരുതലെടുത്ത് ഒഴിവാക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കെതിരെ വരുന്ന അപകടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നോട്ടം കൊണ്ട് ഒഴിവാക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഒരാൾ ശല്യപ്പെടുത്തുന്നു, ഞാനിവിടെ ഇടിക്കാനോ ഒന്നും പോകണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെ, ആ ഒരൊറ്റ നോട്ടം അല്ലെ, ആ ഒരൊറ്റ സ്റ്റെയറിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കെതിരെ വരുന്ന അപകടത്തെ ഒഴിവാക്കാം. എത്ര പേര് നോക്കും? അപ്പൊ നിങ്ങളൊരു റോഡിന്റെ അല്ലെ, നിങ്ങളൊരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ നിൽക്കുന്നതിന്റെ അടുത്തോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വ്യക്തി വന്ന് നിങ്ങളെ നോക്കുന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഒരു വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? നമ്മൾ പേടിച്ച് നമ്മളിങ്ങനെ നിൽക്കും അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നോക്കാം, അയാളെ നോക്കുന്നു തോന്നുന്നു. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വേറെ ഒന്നും വേണ്ട, ഒരാൾ നിങ്ങൾ നോക്കിയാൽ തിരിച്ചതുപോലെ നോക്കിയതല്ലേ, ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അയാള് ഒഴിവായി പോകും അല്ലെ. നമ്മുടെ നോട്ടം കൊണ്ട് ശരിക്കും പല സൈക്കോളജിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യം, നമുക്കെതിരെ വരുന്ന 90% അതിക്രമങ്ങളെയും ഒരൊറ്റ നോട്ടം കൊണ്ട് ഒഴിവാക്കാം. നോക്കിയിട്ട് പോയില്ല, വീണ്ടും ഒരു അതിക്രമം നമുക്കെതിരെ വരുന്നു, അവിടെ എന്ത് ചെയ്യാം? എന്റെ കയ്യിലേക്ക് ഒന്ന് പിടിക്കാമോ? എന്റെ കയ്യിലേക്ക് ഒന്ന് പിടിച്ചോ. പിടിച്ചോ. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഞാനൊന്ന് ഒക്കെ സൗണ്ട് എടുത്തില്ല. പിടിക്കാമെന്ന് ആളെയൊക്കെ ഒന്ന് ഞെട്ടിയല്ലേ, ഒന്ന് കിടുങ്ങിയില്ലേ. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബസ്സിനകത്ത് ഒരാൾ ശല്യപ്പെടുത്തുന്നു, ഞാൻ പറഞ്ഞു നോക്കി ഒഴിവാക്കാം, നോക്കിയിട്ട് പോയില്ല, അയാളെ വീണ്ടും ശല്യപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഒക്കെ സൗണ്ട് എടുത്തല്ലേ, ഒന്ന് അവിടെ മാറുന്നത് കുറെ സമയമായല്ലോ, എന്താണ് ശല്യപ്പെടുത്തുന്നത്?
അല്ല, നമുക്ക് ഉറക്കെ സൗണ്ട് എടുത്ത് പ്രതികരിക്കാം. വളരെ മാന്യമായ രീതിയിൽ, നമ്മുടെ വില കളയാതെ മാന്യമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതികരിക്കാം. മോശം വേർഡ്സുകൾ ഉപയോഗിക്കാതെ മാന്യമായ ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രതികരിക്കുമ്പോൾ മാക്സിമം നമ്മൾ സൗണ്ട് എടുത്ത് പ്രതികരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നോട്ടം കൊണ്ട് പ്രതികരിക്കാം, സൗണ്ട് എടുത്ത് പ്രതികരിക്കാം. ഈ സൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് അക്രമിയെ മാനസികമായിട്ട് തളർത്താൻ. ഒരു അക്രമിയും അല്ല ഒരു സ്ത്രീയും പ്രതികരിക്കുമെന്ന് കരുതിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് സൗണ്ട് എടുത്ത് പ്രതികരിക്കാം. അപ്പൊ അയാളെ മാനസികമായിട്ട് തളർത്താൻ നമുക്ക് സൗണ്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ. അപ്പൊ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ നിലവിളി കേട്ടാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി നോക്കും. അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നമുക്ക് സൗണ്ട് ഉപയോഗിക്കാം.